നമസ്കാരം. വീട് വീടാന്തരം കടകളിലും ഒക്കെ തന്നെ കയറിയിറങ്ങി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളായ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർ രാവിലെ ജോലി തുടങ്ങി കിലോമീറ്ററുകളോളം നടന്ന് ഈ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിലും മറ്റ് വണ്ടികളിലുമൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്നു. അതിന് അവർക്ക് തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നത്. അവർ എത്ര ദുരിതപൂർണമായ ജോലിയാണ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമൊക്കെ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് തരംതിരിച്ച് അത് പ്രത്യേകമായി സജ്ജീകരിച്ച് വണ്ടികളിൽ കയറ്റി മാലിന്യം കൊണ്ട് ഇടുന്ന സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുകയാണ് ഇവർ ചെയ്യുന്നത്. വളരെ ദീർഘമായ സങ്കീർണമായ ഒരു ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന പരാതി പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ കോർപ്പറേഷനുകളോ ഒന്നും തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു കാര്യമായ തീരുമാനവും എടുക്കുന്നില്ല. അവർക്ക് വേണ്ടതൊന്നും എന്താണെന്ന് ചോദിച്ചു കൊടുക്കാനൊന്നും കോർപ്പറേഷനുകളും അതുപോലെ നഗരസഭകളും ഒന്നും തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് വ്യാപകമായി ഉയരുന്നത്. അവർ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു പ്രത്യേകത തന്നെ അറിയാം നമുക്ക്. എല്ലാ മാലിന്യങ്ങളും, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാത്ത മാലിന്യങ്ങളും ചീഞ്ഞളിഞ്ഞതും ഒക്കെ തന്നെ ശേഖരിച്ചു കൊണ്ടുപോവുകയാണ് ഒരു മടിയുമില്ലാതെ ഈ സഹോദരിമാർ. ജോലിഭാരവും വരുമാനക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം പല ഹരിതകർമ്മ സേനാംഗങ്ങളും പണി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അവർക്ക് പറ്റുന്നില്ല ഈ ജോലികൾ ചെയ്യാൻ, അതിനനുസരിച്ചുള്ള കൂലി അവർക്ക് ലഭിക്കുന്നില്ല. കൂടുതൽ പേർ തൊഴിൽ ഉപേക്ഷിക്കുമെന്ന് വിവിധ പഞ്ചായത്തുകളെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ജോലിയാണെങ്കിലും വീട്ടിലെ പ്രാരാബ്ധമാണ് യുവതികളെ, സ്ത്രീകളെയൊക്കെ തന്നെ ഹരിതകർമ്മ സേനയിലേക്ക് ആകർഷിച്ചത്. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണ മേഖലയിൽ 32,944 ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉണ്ടായിരുന്നു. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിന് 50 രൂപയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും എന്ന കണക്കിൽ ലഭിക്കുന്ന യൂസർ ഫീ മാത്രമാണ് ഇവരുടെ വരുമാനം. ഇവർക്ക് കോർപ്പറേഷനോ നഗരസഭയോ പഞ്ചായത്തോ ഒന്നും തന്നെ പ്രത്യേകമായ വരുമാനമൊന്നും കൊടുക്കുന്നില്ല, പ്രതിഫലമൊന്നും കൊടുക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഇവരുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച് സംസാരിച്ചത് പലവട്ടം നമ്മൾ കേട്ടതാണ്. ഈ ഹരിതകർമ്മ സേനാംഗങ്ങളായ ഈ സഹോദരിമാരുടെ അവരുടെ അധ്വാന ഭാരത്തെക്കുറിച്ചും അവർ ചെയ്യുന്ന സേവനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിവരിച്ചതാണ് അദ്ദേഹം. പക്ഷേ മന്ത്രി ഇടപെട്ട് ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം, ഇവർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാൻ, ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറത്തക്ക രീതിയിൽ ഇവരെ പിന്തുണയ്ക്കാൻ വേണ്ട നടപടികളൊന്നും തന്നെ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം. ഇങ്ങനെ കിട്ടുന്ന പണം ഇതനുസരിച്ച് 30 ദിവസം കഠിനാധ്വാനം ചെയ്താൽ, ഒരു ദിവസം പോലും അവധിയെടുക്കാതെ 30 ദിവസം കഠിനാധ്വാനം ചെയ്താൽ ഒരു മാസം ഏതാണ്ട് 5,000 രൂപ മുതൽ 10,000 രൂപ വരെ മാത്രമേ ഇവർക്ക് വേതനം കിട്ടുകയുള്ളൂ. മാസത്തിൻ്റെ പകുതി ദിവസം വീടുകൾ കയറിയിറങ്ങി മാലിന്യം ശേഖരിക്കണം. പിന്നീട് അത് പഞ്ചായത്ത് അയക്കുന്ന വാഹനത്തിൽ കയറ്റി തരംതിരിക്കൽ കേന്ദ്രത്തിൽ എത്തിക്കണം. പിന്നീട് 15 ദിവസം മാലിന്യം തരംതിരിച്ച്, അപ്പോഴേക്കും ഈ മാലിന്യങ്ങളൊക്കെ അളിഞ്ഞ് ചീഞ്ഞ് വല്ലാതെയാകും. കൈകൊണ്ട് തൊടാൻ പോയിട്ട് അടുത്തേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളായി മാറും. അത് തരംതിരിച്ച് 50 മുതൽ 70 കിലോ വരെയുള്ള കെട്ടുകളാക്കി മാറ്റണം. കൃത്യമായി കിലോഗ്രാം അളന്ന് കെട്ടുകളാക്കി മാറ്റണം. അവ ഇതിൻ്റെ ഏജൻസിയുടെ ലോറിയിൽ കയറ്റി മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് കയറ്റിവിടണം. മാലിന്യക്കെട്ടുകൾ ലോറിയിൽ കയറ്റുന്നതും ഇറക്കുന്നതുമെല്ലാം ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെയാണ്. പലർക്കും നിത്യവും തരംതിരിക്കൽ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ 20 കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം. 10 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടവരുണ്ട്. മാത്രമല്ല അവർ പലപ്പോഴും കിലോമീറ്ററുകൾ നടന്നൊക്കെയാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത്. ഇതിനും സ്വന്തമായി പണം കണ്ടെത്തണം. ഇങ്ങനെ കഷ്ടപ്പാട് നിറഞ്ഞ ജോലിക്കിടയിൽ പല ദുരനുഭവങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പലരും സ്ത്രീകളായതുകൊണ്ട് ഇവരോട് മോശമായി പെരുമാറുന്നവരുണ്ടാകാം. അത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ട്. ഇവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാനുള്ള സഹായ പദ്ധതികൾക്ക് വായ്പ നൽകുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ മറ്റൊരു ജോലിയും ചെയ്യാനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 15,000 രൂപയെങ്കിലും പ്രതിമാസം വേതനം കിട്ടണം എന്നാണ് ഇവരുടെ ആവശ്യം. മാത്രമല്ല ഇവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാലിന്യം ശേഖരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ ഇവർക്ക് പിടിപെടാം. അത് പകർച്ചവ്യാധികളാകാം. അത് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ കഴിയുന്നില്ല. ഇവരുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ കഴിയുന്നില്ല. അവർക്ക് അർഹമായ പ്രതിഫലവും വേതനവും കിട്ടുന്നില്ല എന്നത് അത്യന്തം ദുഃഖകരമായ കാര്യം തന്നെയാണ്. അത് അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ അവർ ജോലി ഉപേക്ഷിച്ച് അവർ വല്ല കൂലിപ്പണിക്കും പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. കാരണം ഈ മാലിന്യ ശേഖരണം എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റും. പക്ഷേ അത് ചെയ്ത് തരംതിരിച്ച് ഇത്തരം നടപടികളിലൂടെ കടന്നു വരിക എന്നത് അത്യന്തം ഭാരമേറിയ ജോലിയാണ്, ബുദ്ധിമുട്ടേറിയ ജോലിയാണ്. അത് രോഗങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഇൻഷുറൻസ്, അവരുടെ മറ്റ് രോഗങ്ങൾ ഉണ്ടായാൽ അവരുടെ ചികിത്സ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടപെടണം എന്നാണ് ഇവരുടെ ആവശ്യം.